നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ അതിനു മുമ്പ് നടത്തിയ പ്രഡിക്ഷൻസിന് എന്ത് പറ്റിയെന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട്. ഈ കഴിഞ്ഞ മാച്ച് വീക്ക് 9 അല്ലെങ്കിൽ ഗെയിം വീക്ക് 9 പ്രവചന സിംഹമാണോ അതോ മാൻഡ്രേക്കാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. വല്ലാത്തൊരു അവസ്ഥയായി പോയി കേട്ടോ ഇത്തവണത്തെ പ്രവചനങ്ങൾക്ക്. ഒരിക്കലും ഇമ്മാതിരി പണി ഈ വമ്പൻ ടീമുകൾ തരുമെന്ന് കരുതിയില്ല. സിറ്റിയൊക്കെ പൊട്ടുന്നു, മികച്ച കളി കളിച്ചു വന്ന സിറ്റി പൊട്ടുന്നു. ലിവർപൂൾ എന്താണ് ഈ കാണിക്കുന്നത്? ലിവർപൂൾ ശരിയാ തുടരെ തോറ്റിരുന്നു, പക്ഷേ UCL ഒരു കളി ജയിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു പ്രീമിയർ ലീഗിലും അതുപോലെ തുടരുമെന്ന്. അവർ വീണ്ടും പ്രീമിയർ ലീഗ് പൊട്ടി, തുടർച്ചയായി 4 കളികൾ പൊട്ടിയ അവസ്ഥയായി. ചെൽസിയും പൊട്ടി. അപ്പോൾ അങ്ങനെ ഈ വമ്പന്മാരൊക്കെ വിജയിക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്ത നമ്മളാരായി? അസൽ മാൻഡ്രേക്കായി. ഈ പരിപാടി നിർത്തിക്കുമെന്ന് കഴിഞ്ഞ അവിടെ തന്നെ കുറേ ആൾക്കാർ പറയുന്നതാണ്. കാരണം നീ ജയിക്കുമെന്ന് പറഞ്ഞാൽ ആ ടീം തോറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ഉറപ്പിക്കുന്നതെന്നാണ് ചിലരുടെ കമൻറ്റ്. ഏതായാലും കളിയുടെയൊക്കെ ഒരു ആവേശത്തിൽ നമ്മളങ്ങ് തുടരുകയാണ്. ഈ പരിപാടി തുടരും. എല്ലാ ഗെയിം വീക്കിന് മുമ്പും പ്രഡിക്ഷൻ ഉണ്ടാവും. ഗെയിം വീക്ക് കഴിഞ്ഞിട്ട് എന്ത് പറ്റി ആ പ്രഡിക്ഷനുകൾക്ക് എന്നുള്ള പരിശോധനയും ഉണ്ടാകും. സത്യം പറഞ്ഞാൽ ഈ ഗെയിം വീക്ക് ആരംഭിച്ചത് വളരെ സന്തോഷത്തോടെയാണ്. കാരണം നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് ലീഡ്സ് വേഴ്സസ് വെസ്റ്റ് ഹാം മത്സരം 2-1 ലീഡ്സ് യുണൈറ്റഡ് വിജയിക്കുമെന്നാണ്. എക്സാക്ട്ലി സെയിം മാർജിനിൽ ലീഡ്സ് യുണൈറ്റഡ് വിജയിക്കുകയും ചെയ്തു. വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ ഉണ്ടായത്. കാരണം നമ്മൾ പറഞ്ഞ അതേ മാർജിനിൽ തന്നെ ടീം വിജയിക്കുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം നമുക്ക് പണി തന്നു ചെൽസി. നമ്മുടെ പ്രഡിക്ഷൻ എന്താ? ചെൽസി 2-0 ജയിക്കുമെന്നാണ്. നേരെ തിരിച്ചാണ് സംഭവിച്ചത്. 2-0 അല്ല, 2-1 ചെൽസിയെ സണ്ടർലൻഡ് പരാജയപ്പെടുത്തി. ദെൻ നമ്മുടെ അടുത്ത പ്രവചനം വന്നത് ന്യൂകാസിൽ യുണൈറ്റഡ് ഫുൾഹാം മത്സരം ഏകപക്ഷീയമായ 1 ഗോളിന് ന്യൂകാസിൽ വിജയിക്കുമെന്നാണ്. അത് സംഭവിച്ചു. 1 ഗോൾ മാർജിനിൽ ന്യൂകാസിൽ ജയിച്ചു. പക്ഷേ സ്കോർ ലൈൻ വ്യത്യാസമുണ്ട്. 2-1 ഫുൾഹാമിനെ ന്യൂകാസിൽ പരാജയപ്പെടുത്തി. അത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രതീക്ഷ പോലെ ന്യൂകാസിൽ വിജയിച്ചു കയറി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബ്രൈറ്റൺ മത്സരം നമുക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല. യുണൈറ്റഡ് ഇനി വിജയക്കുതിപ്പ് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബ്രൈറ്റണെതിരെ യുണൈറ്റഡ് ജയിക്കുമെന്ന് പറഞ്ഞത്. നമ്മുടെ പ്രഡിക്ഷൻ 3-1 ആയിരുന്നു. യുണൈറ്റഡ് ജയിച്ചു. 1 ഗോള് 2 ടീമും ഒരു പൊടിക്ക് അധികം അടിച്ചിട്ടുണ്ടെന്ന് മാത്രം. അതായത് 4-2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൈറ്റണെ പരാജയപ്പെടുത്തിയത്. അടുത്ത കളി നമ്മുടെ പ്രഡിക്ഷൻ ബ്രെൻഫോർഡ് വേഴ്സസ് ലിവർപൂൾ പോരാട്ടമായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ലിവർപൂളിൻ്റെ മടങ്ങി വരവ് കാണും എന്ന് തന്നെ കരുതിയതാണ്. പക്ഷേ ബ്രെൻഫോർഡും പണി കൊടുത്തിട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ബ്രെൻഫോർഡ് 1-3 ഗോളുകൾക്ക് ലിവർപൂളിനോട് തോൽക്കും എന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ 3-2 ലിവർപൂളിനെ തോൽപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 3-1 ലിവർപൂളിൻ്റെ ജയം നമ്മൾ പ്രഡിക്റ്റ് ചെയ്തപ്പോൾ 3-2 ബ്രെൻഫോർഡ് അവിടെ വിജയിച്ച് കയറി. സോ നിരാശയാണ് ഉണ്ടാക്കിയത്. അടുത്ത മത്സരം വോൾസ് വേഴ്സസ് ബേൺലി മത്സരം. വോൾസ് വേഴ്സസ് ബേൺലി മത്സരം നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് 1-1 സമനിലയാണ്. പക്ഷേ കളി ബേൺലി ജയിച്ചു. 3-2 വിജയിച്ച് കയറി. അടുത്ത ആഴ്സണൽ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പോരാട്ടമായിരുന്നു. ആഴ്സണൽ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പോരാട്ടം നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് ആഴ്സണൽ വിജയിക്കും 2-0 എന്നായിരുന്നു. സംഗതി ആഴ്സണൽ ജയിച്ചു. പക്ഷേ ഗോളിൻ്റെ എണ്ണം 1 കുറഞ്ഞു പോയി. 1-0 ആഴ്സണൽ വിജയിച്ചത്. ആസ്റ്റൺ വില്ല വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം. നമ്മുടെ പ്രഡിക്ഷൻ സ്വാഭാവികമായിട്ടും മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കുമെന്നായിരുന്നു. മികച്ച ഫോമിലാണ് അവരുണ്ടായിരുന്നത്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സിറ്റി വിജയിക്കുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തെങ്കിൽ അവിടെ അസൽ മാൻഡ്രേക്കായി പോയി. ഏകപക്ഷീയമായ 1 ഗോളിന് ആസ്റ്റൺ വില്ല മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. ബേൺമൗത്ത് വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോരാട്ടം. ആ പോരാട്ടം 3-0 ബേൺമൗത്ത് വിജയിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രഡിക്ഷൻ. 1 ഗോൾ കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 2-0 ബേൺമൗത്ത് വിജയിച്ച് കയറി. എവേർട്ടൺ വേഴ്സസ് ടോട്ടനം പോരാട്ടം. നമ്മുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 2-0 എവേർട്ടൺ ജയിക്കുമെന്നായിരുന്നു. അത് ആകെ തകിടം പറഞ്ഞു. 3-0 ടോട്ടനം വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ പല പ്രഡിക്ഷൻസിനും നല്ല പണി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ പണി തുടരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.